ഗൂഗിൾ മാപ്സ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും ഇപ്പം നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് ഒരുപാട് പരിചയമുള്ള റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വരെ വെറുതെ എങ്കിലും നമ്മൾ മാപ്പ് ഇടും. ഒന്നറിയാൻ വേണ്ടി മാപ്പ് ഇട്ട് പോകും. അത് നമുക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ലൊക്കേഷൻ, ഇപ്പം നമ്മളിപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഇപ്പം ജസ്റ്റ് എവിടെ പറയാ വയനാട് പോകുന്ന ഇഷ്ടം, നമ്മൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും മാപ്പ് ഇടും. നമ്മൾ വീണ്ടും എന്താ ഇടലില്ല. ഹിബന്റെ വണ്ടിയിൽ ഓൾറെഡി അതിനുള്ള സെറ്റിംഗ് ഉണ്ട്. എന്താ ഹിബ സ്വന്തം വീട്ടിലേക്ക് വരെ മാപ്പ് ഇട്ടിട്ട് ഓഫീസിൽ നിന്ന് പോകലുണ്ട്. ഹിബ ഇവിടുത്തെ തൊട്ട അടുത്താണ് നമ്മുടെ കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റല്. ചിലപ്പോ അങ്ങോട്ട് പോകണ വരെ ഹിബ മാപ്പ് ഇട്ടിട്ട്, ഞാൻ വെറുതെ പറയില്ല, നമ്മുടെ ഓഫീസിൽ ആരോട് ചോദിച്ചാലും അറിയാം ഇവ എങ്ങോട്ട് പോകുമ്പോൾ ഇപ്പൊ മാപ്പ് ഇട്ടിട്ടപ്പോൾ ഇതൊക്കെ യൂസ്ഡ് ആയി. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇപ്പൊ മാപ്പ് ഇടുന്ന സമയത്ത് ചില സമയത്ത് എങ്ങനെയാ അറിയോ, മാപ്പ് കാണിക്കുക റൂട്ടുകളിലാവൂല. അതായത് എന്തിന്റെങ്കിലും സെന്ററിൽ കൊണ്ട് ഒരു ബ്ലൂ ഡോട്ട് കാണും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും അത് മനസ്സിലാവണില്ലല്ലോ. അയ്യോ കണ്ടില്ലേ, മാപ്പ് അഡിക്റ്റ് ആണ്. ഈ വണ്ടിയൊക്കെ വരുന്നതിന്റെ മുന്നേ ഒരു ഫ്രണ്ട് ഇങ്ങനെ എവിടോ പെട്രോൾ തീർന്നിട്ട് ഏതോ ഒരു കാടോ ഉള്ള സ്ഥലം, നമ്മള് കക്കാടംപോയിൽ പോയത്. അപ്പോ പെട്രോൾ തീർന്നിട്ട് പെട്ടുപോയി എവിടോ വന്ന്. എന്നിട്ട് റൂട്ട് നോക്കി നമ്മളെത്തി, ഞാനും വേറൊരു ഗേളും ഇതിന്റെ കൂടെ ഉള്ളത്. നമ്മള് മാപ്പൊക്കെ നോക്കി എത്തിയത് ഒരു കാലി പറമ്പ്. അതായത് അവിടെ ഒരു മനുഷ്യനില്ല, വഴി കാണിച്ചത് അങ്ങോട്ടൊക്കെ ഒരു പറമ്പിലേക്ക്. അത് എന്നിട്ട് പിന്നെ എങ്ങനെ കണ്ടെത്തി പിന്നെ ഫോൺ വിളിച്ചിട്ട് മാപ്പ് ഇട്ടിട്ട് തന്നെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് പോവാൻ പറ്റാത്ത ഏതെങ്കിലും ഇതാണ്. അതായത് അത് സംബന്ധിച്ചാൽ മാപ്പ് ഒറ്റയടിക്ക് ഷെയർ ചെയ്യുമ്പോൾ നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സാക്ട് ലൊക്കേഷൻ കാണിക്കില്ല. ചിലപ്പോ ഹിബ കാണിച്ചു തരുന്ന വഴി ചിലപ്പോ നമുക്ക് പോവാൻ പറ്റിയതാണോ അങ്ങനൊക്കെ ആവുമ്പോഴാണ്. അതല്ല, ഹിബ അന്ന് എത്തിന്ന് പറഞ്ഞൊരു പറമ്പില്ലേ, ആ പറമ്പിന്ന് അയാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറെ ദൂരം ഉണ്ടായിരുന്നോ? ഉണ്ട്. അതാണ് ഒരു കണ്ടി തൊട്ടടുത്ത് കാണി, പിന്നെ കുഴപ്പമില്ല, നല്ല ഡിസ്റ്റൻസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഗൂഗിൾ മാപ്പ് കയറിയിട്ട് നമ്മൾ ഒരാൾക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ചിലപ്പോൾ അയക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെ കംപ്ലീറ്റും സാറ്റലൈറ്റ് വഴി GPS വഴി കണക്ട് ചെയ്യുന്നതാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിസ്റ്റേക്സ് വരാം. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ, അതായത് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാപ്പിൽ ഇനി ഒരാൾക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് മാപ്പ് ഓൺ ആക്കുക. മാപ്പ് ഓൺ ആക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മളെങ്ങനെ കാണുക, ഒരു ബ്ലൂ ഡോട്ട്, ഒരു സർക്കിൾ പോലത്തെ അല്ലേ, ജസ്റ്റ് ഒരു സർക്കിൾ പോലെ കാണാൻ പറ്റും. നമ്മൾ നിൽക്കുന്ന ഒരു ലൊക്കേഷൻ നമുക്ക് തന്നെ മാപ്പ് കാണിച്ചില്ല. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് വരും. ഒരു പുതിയ പേജ് ഇങ്ങനെ താഴെ ഇങ്ങനെ പൊന്തി വരും. അത് ഫുള്ളായിട്ട് പൊന്തിച്ചിട്ട് താഴോട്ട് പോകുന്ന സമയത്ത് താഴെ ഒരു കോഡ് കാണാം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയുന്നതിന് കൂടെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഇല്ല, ഓക്കെ പോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് പോകുമ്പോൾ അതിലൊരു കോഡ് നമ്പർ കാണാം. അതിന് തൊട്ട് താഴെ കോപ്പി കോഡ് എന്നുണ്ടാവും. കോപ്പി ചെയ്യാം. ആ കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മൾ വാട്സപ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വാട്സപ്പിൽ തന്നെ മെജോറിറ്റി ആളുകൾ ഷെയർ ചെയ്യാം. വാട്സപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഈ കോപ്പി കോഡ് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് കിട്ടും. 100% ഉറപ്പ് നമ്മൾ പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് മറ്റേതൊരു 70% ആണെങ്കിൽ ഇതൊരു 90% അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും, ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഏതായാലും നമ്മൾ വാട്സപ്പിലല്ലേ ഷെയർ ചെയ്യുന്നത്, പിന്നെ ലൈവ് ലൊക്കേഷൻ അയക്കുക. അതായത് നമ്മൾ ലൈവ് ലൊക്കേഷൻ അയച്ചാലും കറന്റ് ലൊക്കേഷൻ അയച്ചാലും ഇത് അവർ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ മാപ്സിലാണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെയാണ് കാണിക്കുക. സോ അതാണ് ഞാൻ പറഞ്ഞത്, കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യും.